ടീച്ചറാണ്. അപ്പൊ എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സാം സ്പെഷ്യൽ കോണ്ടന്റ് ആണ് ടീച്ചർ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരു ക്രിസ്തുമസ് അപ്പൂപ്പൻ ഉണ്ട് അല്ലേ. ഇവിടെ എന്താണ് ഈ ഒരു ബോക്സില്? ആസ്വാദനക്കുറിപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ടീച്ചർ പറഞ്ഞു തരുന്നത് ഒരു ആസ്വാദനക്കുറിപ്പാണ്. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എന്റെ മക്കൾക്ക് അറിയാലേ. കവിതയാണെങ്കിൽ ആസ്വാദനക്കുറിപ്പ്, ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പാണെങ്കിൽ ആ കവിതയുടെ പേര് വേണം, എഴുതിയ ആളിന്റെ പേര് വേണം. അതുപോലെ കവിതയുടെ ആശയം ചുരുക്കി എഴുതണം. അതിലെ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, എന്തിനെ പറ്റിയാണ് കവിതയിൽ പറയുന്നത്, അതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ എന്താണ്, കവിതയിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അത് കവിത വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവമാണ് പിന്നെ നിങ്ങൾ എഴുതേണ്ടത്. കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരിയും അതിന്റെ കാരണവും എഴുതിയാൽ ആസ്വാദനക്കുറിപ്പ് പൂർണ്ണമായി. ഇവിടെ ഒരു പരീക്ഷാ ചോദ്യം ഉണ്ട്, നമുക്കൊന്ന് നോക്കാം കേട്ടോ. എൻ പ്രിയ ഗ്രാമമേ, സുന്ദര ഗ്രാമമേ, നിൻമുഖം വല്ലാതെ മാറിയല്ലോ, പുഞ്ചനെൽ പാടങ്ങൾ പുതുലഞ്ഞാടുന്ന ഗ്രാമീണ ഭംഗികൾ മാഞ്ഞുവല്ലോ. ഗ്രാമീണ ഭംഗി എന്ന് പറയുന്ന ഒരു കവിതയാണിത്. ഈ കവിതയുടെ പേരെന്താണ്? എൻ പ്രിയ ഗ്രാമമേ എന്ന് പറയുന്ന അല്ലെ, എൻ പ്രിയ ഗ്രാമമേ എന്ന് തുടങ്ങുന്ന. ആയിരം വെള്ളാമ്പൽ പുത്തുലഞ്ഞാടുന്ന ആവണി പൊയ്കകൾ പോയി മറഞ്ഞു, തെങ്ങോലത്തുമ്പത്ത് ചാഞ്ചക്കമാടുന്ന കുഞ്ഞാറ്റ കൂടുകൾ പോയി മറഞ്ഞു, ആടും മരങ്ങളും പാടും പുഴകളും തോടും തടാകവും പോയി മറഞ്ഞു ല്ലേ, പച്ചച്ച പീലികൾ നിർത്തി നിന്നാടുന്ന കേരനിരകളും പോയി മറഞ്ഞു. എൻ പ്രിയ ഗ്രാമമേ, സുന്ദര ഗ്രാമമേ, നിൻമുഖം വല്ലാതെ മാറിയല്ലോ എന്നാണ് കവി പറയുന്നത് ല്ലേ. ഗ്രാമീണ ഭംഗികള് എന്താണ്? മാഞ്ഞു പോയല്ലോ എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പൊ മക്കളെ, എൻ പ്രിയ ഗ്രാമമേ എന്ന് പറയുന്ന ഈ ഒരു CP പള്ളിപ്പുറത്തിന്റെ കവിതയാണ്. ഇതൊരു പരീക്ഷാ ചോദ്യമായിരുന്നു. എൻ പ്രിയ ഗ്രാമമേ എന്നാണ് കേട്ടോ കവിതയുടെ പേര്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? കവിത എന്ത് തന്നെ ആയാലും വായിച്ചു നോക്കുക, ആരെഴുതിയതാന്ന് നോക്കുക. എന്നിട്ട് അതിലെ ഇഷ്ടപ്പെട്ട വരികളും അതിന്റെ കാരണങ്ങളും ഇവിടെ എല്ലാണ് ഗ്രാമമേ ഗ്രാമമേ അല്ലെ, എല്ലാവിടെയും ഒരു പ്രിയ ഗ്രാമമേ, സുന്ദര ഗ്രാമമേ എന്നൊക്കെയാണ്. ഗ്രാമത്തെ സുന്ദര ഗ്രാമമായിട്ടൊക്കെയാണ് കവി ഇതിൽ കണക്കാക്കുന്നത്. അതുപോലെ എല്ലാം മാഞ്ഞു പോകുന്നതിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. എല്ലാ കാഴ്ചകളും ഗ്രാമീണ ഭംഗികളും എല്ലാം പോയി മറയുന്നതിനെ പറ്റിയാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഈ കവിത തന്നെ വരണമെന്നില്ല കേട്ടോ, മറ്റൊരു കവിതയായിരിക്കും വരിക. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് വായിച്ചു നോക്കണം, എന്നിട്ട് വൃത്തിയായിട്ട് എഴുതണം. പോയി മറഞ്ഞ ഗ്രാമീണ ഭംഗികളെ കുറിച്ചാണ് CP പള്ളിപ്പുറം ഈ കവിതയിൽ എഴുതിയിരിക്കുന്നത് അല്ലെ. കവിതയുടെ പേര് കൂടെ എന്റെ മക്കള് എഴുതണം. പിന്നെ എന്താണ് എഴുതേണ്ടത്? പുത്തുലഞ്ഞാടുന്ന നെൽപ്പാടങ്ങൾ പോയി മറഞ്ഞതോടെ ഗ്രാമീണ ഭംഗി മാഞ്ഞു എന്നാണ് കവി പറയുന്നത്. വെള്ള ആമ്പലുകൾ പൂത്തുലഞ്ഞ ആടിയുലഞ്ഞ പൊയ്കകൾ അഥവാ തടാകങ്ങൾ പോയി മറഞ്ഞു എന്നും, തെങ്ങോലത്തുമ്പത്ത് ആടിക്കളിച്ചിരുന്ന കുഞ്ഞാറ്റ കൂടുകളും ഇന്ന് കാണാനില്ലെന്നും കവി വ്യാകുലപ്പെടുന്നു. ആടുന്ന മരങ്ങളും പാടുന്ന പുഴകളും തോടും തടാകങ്ങളും ഒന്നും കാണാനില്ലെന്നും കവി പറയുന്നു. മാത്രമല്ല, കേരളത്തിലെ ശാലീന സൗന്ദര്യം വിളിച്ചോതുന്ന കേരനിരകൾ അഥവാ തെങ്ങുകളും ഇന്ന് കാണാനില്ല എന്ന് കവി പറയുന്നു അല്ലെ. പോയി മറഞ്ഞ മലയാള നാടിന്റെ സൗന്ദര്യത്തെയാണ് ഈ കവിതയിലൂടെ കവി വർണ്ണിക്കുന്നത്. മക്കൾക്ക് ഏത് വരിയാണ് ഇഷ്ടപ്പെട്ടത്, അതിന്റെ കാരണവും കൂടെ എഴുതിയിട്ട് വേണം ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ എന്ത് ചെയ്യാൻ അവസാനിപ്പിക്കാം. അപ്പോ ആസ്വാദനക്കുറിപ്പ് വന്നാൽ എന്റെ മക്കളെ കൃത്യമായിട്ട് എഴുതണം. അപ്പൊ എല്ലാവിധ ആശംസകളും നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പങ്കെടുക്കാം കേട്ടോ.